ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കുടുംബങ്ങൾ നേരിടുന്ന സംഘർഷങ്ങൾ. അനേകം കുടുംബങ്ങൾ വ്യത്യസ്തമാകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് അടുത്ത നാളുകളിൽ വിവാഹിതരായിരിക്കുന്ന പലരും നേരിടുന്ന ചില സംഘർഷങ്ങൾ, ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് ഈ എപ്പിസോഡിൽ നിങ്ങളുടെ അരികിൽ വന്നിരിക്കുന്നത്. ആമോസ് പ്രവാചകൻ എഴുതിയ പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? വിവാഹമെന്ന് പറയുന്നത് ഒരു യൂണിയനാകുന്നുവല്ലോ. ശരീരങ്ങളുടെ മാത്രം ഒരു യോജിപ്പല്ല ഇവിടെ. ആത്മാവ്, പ്രാണൻ, ശരീരം 3 ഘടകങ്ങളും ചേർന്നുള്ളൊരു യൂണിയനാണ് മാരേജ് എന്ന് പറയുന്നത്. അവിടെ 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയുമോ? ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവികമാകുന്നൊരു യോജിപ്പ് ഭവനത്തിൻ്റെ ഉള്ളിൽ ആവശ്യമാകുന്നു. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 2-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. ദൈവം സ്ഥാപിച്ച ആദ്യത്തെ കുടുംബം, ആ കുടുംബത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, അമ്മയെയും അപ്പനെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. ഇതൊരു യൂണിവേഴ്സലായിട്ടുള്ള ഡിക്ലറേഷനാണ്. ആദാം ഹവ്വ, ആ ദമ്പതികൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ ആദാമിന് ഒരു നാച്ചുറൽ ഫാദർ ഉണ്ടായിരുന്നില്ല, ഒരു നാച്ചുറൽ മദർ ഉണ്ടായിരുന്നില്ല. അതേപോലെ ഹവ്വയ്ക്കും അമ്മയോ അപ്പനും നാച്ചുറൽ ഫാദറോ നാച്ചുറൽ മദറോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സ്ഥാപനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ദൈവം പ്രഖ്യാപിക്കുകയാണ്, അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. ആ ഒരു വലിയ യോജിപ്പാണ് കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന് വിരോധമായ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് വിരോധമായ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അത് തിരിച്ചറിയണം. മർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം, ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ആ വീട്ടിന് നിലനിൽപ്പാൻ കഴിയുകയില്ല. വിയോജിപ്പ് വീട്ടിനകത്ത് വരികയാണെങ്കിൽ, ഛിദ്രത വരികയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ തകർച്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനെ ജയിക്കണം. അങ്ങനെയുള്ള എല്ലാ വിയോജിപ്പുകളെയും ജയിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി കുടുംബങ്ങളിൽ വെളിപ്പെടണം. ഈ നാളുകളിൽ കുടുംബങ്ങൾ നേരിടുന്ന ഒരു സംഘർഷം ആദ്യമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അനേകർ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് മാറി താമസിക്കുകയാണ്. മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി. എന്നാൽ അവരൊക്കെ അവിടെ ആയിരുന്നുവെങ്കിൽ പോലും കേരളവുമായിട്ട് അവർക്ക് നിരന്തരവുമായി ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, UK-യിലേക്ക്, ജർമ്മനിയിലേക്ക്, അങ്ങനെ യൂറോപ്പിലേക്ക് ആയിരക്കണക്കിന് കുടുംബങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങൾ വ്യത്യസ്തമാകുന്ന സാഹചര്യങ്ങളെ നേരിടുന്നുണ്ട്. അവർ നേരിടുന്ന ഒരു കാര്യം ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഒന്ന്, അവരുടെ മാതാപിതാക്കൾ കേരളത്തിലാണ്. മാതാപിതാക്കൾ കേരളത്തിലായിരിക്കുന്നു. മക്കൾ അടുത്ത നാളുകളിൽ വിവാഹിതരായ, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞു, 6 വർഷം കഴിഞ്ഞു 2 കുട്ടികളായി. അങ്ങനെയുള്ള കുടുംബം ഇപ്പോൾ യൂറോപ്പിലായിരിക്കുന്നു, ജർമ്മനിയിലായിരിക്കുന്നു, അല്ലെങ്കിൽ സ്പെയിനിലായിരിക്കുന്നു, പോർച്ചുഗലിലായിരിക്കുന്നു, UK-യിലായിരിക്കുന്നു. ഈ നാട്ടിലായിരിക്കുന്ന മാതാപിതാക്കൾ, അവരുടെ പ്രായം ചിലപ്പോൾ 60കളായിരിക്കും, ചിലപ്പോൾ 70കളായിരിക്കാം. അവരൊരു വ്യത്യസ്ത സാഹചര്യത്തിലാണ്. റിട്ടയർഡ് ലൈഫായിരിക്കും. അപ്പോൾ വീട്ടിൽ അവർക്ക് ചിലപ്പോൾ സാമ്പത്തികം വേണ്ട വിധത്തിൽ കാണുകയില്ല. അതിനാൽ സാധാരണ കേൾക്കുന്നൊരു കാര്യമാണ്, നാട്ടിലെ ഭവനത്തിൽ നിന്ന്, അവരുടെ കുടുംബ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് സമ്മർദ്ദമുണ്ടാകുന്നു. ഭർത്താവിനെ വിളിച്ചിട്ട് ഭർത്താവിൻ്റെ പപ്പായും മമ്മിയും പറയുകയാണ്, എടാ ഞങ്ങളെ നീ നോക്കുന്നില്ലയോ,
ഞങ്ങൾക്ക് കാര്യമായിട്ട് നീ ഒന്നും അയച്ചു തരുന്നില്ലല്ലോ, നിൻ്റെ ഭാര്യ നേഴ്സല്ലേ, അവൾ ഈ പൈസയെല്ലാം ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്യുന്നത്, അവിടെ അപ്പനും അമ്മയ്ക്കും അയച്ചു കൊടുക്കുകയല്ലേ, നീ ഇതിനകത്ത് ശ്രദ്ധിക്കണം. ആ ഭാര്യയുടെ അപ്പനും അമ്മയും വിളിച്ചിട്ട് ചിലപ്പോൾ പറയും, നിൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾക്ക് യാതൊരു വിധമാകുന്ന സ്നേഹമോ ഫോണിൽ കൂടെ പോലും ഒരു കരുതലോ ഒന്നും ലഭിക്കാത്തത്. ഇത് ഒരു പ്രധാനപ്പെട്ട സംഘർഷമാണ്, ഇപ്പോൾ നേരിടുന്നൊരു പ്രധാനപ്പെട്ട സംഘർഷമാണ്. ഇവരുടെ ടൈം സോണും വ്യത്യാസമാണ്. ഇവിടെ ചിലപ്പോൾ വൈകുന്നേരമായിരിക്കുമ്പോൾ അവർക്കവിടെ ഉച്ച സമയമാണ്. അപ്പോൾ ടൈം സോണും വ്യത്യാസമാകുന്നതിനാൽ ഈ ഫോൺ കോളുകൾ, ഫോണിലൂടെയുള്ള ഈ സംസാരങ്ങൾ അതുകൊണ്ടിരുന്ന സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും മൂലം ഭാര്യയ്ക്ക് ഭർത്താവിനോട് വിയോജിപ്പുണ്ടാകുന്നു, ഭർത്താവിന് ഭാര്യയോട് വിയോജിപ്പുണ്ടാകുന്നു. ഈ സാഹചര്യത്തെ നമുക്ക് എങ്ങനെ നേരിടുവാൻ കഴിയും? എന്താണ് നമുക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്നത്? ഇത് മെയിൻലി ഇപ്പം യങ് കപ്പിൾസ്, ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5 വർഷമോ 6 വർഷമോ ഒക്കെ ആയ ഫാമിലീസിലാണല്ലോ ഇപ്പോൾ കൂടുതലും ഈ ഒരു സ്ട്രഗിൾ നമ്മൾ കാണുന്നത്. അന്നേരം ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഫാമിലി ലൈഫിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇടുന്ന ഒരു സമയമാണ് ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയം കൂടാണ്. നമുക്കറിയാം, ഒരു വീട് പണിയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ വീട് പണിയുടെ ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് അങ്ങനത്തെ കപ്പിൾസ് ഇത് സ്ട്രഗിൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, വചനത്തിൽ നിന്ന് നമ്മൾ ആമോസിൻ്റെ ആ ലേഖനത്തിൽ വായിച്ചതുപോലെ ഒന്നിച്ച് നിൽക്കുക. ഏത് സാഹചര്യത്തിലും ഒന്നിച്ച് നിൽക്കുക. ആ വരുന്ന പ്രതിസന്ധികളെ ഒന്നിച്ച് നിന്ന് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. നിങ്ങൾ ഒന്നിച്ച് ചെയ്യണം. അതെ, നിങ്ങൾ ഒന്നിച്ച് നിൽക്കുവാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ തക്കോണം നിങ്ങളിൽ യോജിപ്പുണ്ടാകണം. നിങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ വേണ്ടിയല്ലേ ഈ വാക്കുകൾ മാതാപിതാക്കളിൽ നിന്ന് വരുന്നത്. അതെ, ആ ഒന്നിച്ച് നിൽക്കാൻ ഏറ്റവും വേണ്ടിയ ഒരു കാര്യമാണ് തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകണം. നല്ലതായിട്ട് സംസാരിക്കണം, ഹൃദയം തുറന്ന് സംസാരിക്കണം. ഹൃദയം തുറന്ന് സംസാരിക്കുമ്പോൾ അത് ആരെയും മുറിപ്പെടുത്താനല്ല, നിങ്ങളുടെ ഫാമിലിയെ ബിൽഡ് ചെയ്യാൻ തക്കവണ്ണം. ഇപ്പം ഭാര്യയ്ക്ക് മാറ്റം വരുത്തേണ്ട ഭാര്യ മാറാൻ റെഡിയാണ്, ഹസ്ബൻഡാണ് ഒരു മാറ്റം വരുത്തെങ്കിൽ ഹസ്ബൻഡ് റെഡിയാണ്. ആ കുടുംബത്തെ എങ്ങനെ നിങ്ങൾക്ക് ഒന്നിച്ച് നിലനിർത്താൻ പറ്റും, എങ്ങനെ അത് പണിതെടുക്കാൻ പറ്റും, ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടത്. ഇപ്പോൾ വന്ന ആ സാമ്പത്തികമായിട്ടുള്ള ഹെൽപ്പിനുള്ള ആവശ്യം, ഒന്നിച്ച് നിങ്ങൾ ആ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കണം. എങ്ങനെയാണ് നമ്മൾ ആ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ കുടുംബജീവിതം, കർത്താവ് നിങ്ങളെ ഒന്നിപ്പിച്ചു, നിങ്ങൾ ഒരു ശരീരമാണ്, അതിനൊരു കേടും വരരുത്. ഭാര്യയോട് പറ്റിച്ചേരും, അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അതൊരു അറ്റാച്ച്മെന്റ് അല്ലേ. ഈ യൂറോപ്പിലുള്ളവർക്ക്, ഓസ്ട്രേലിയയിലുള്ളവർക്കൊക്കെ മനസ്സിലാകും, അവിടെ ഡിറ്റാച്ച്ഡ് ഹൗസസ് ഉണ്ട്, അറ്റാച്ച്ഡ് ഹൗസസ് ഉണ്ട്. നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആകുവാൻ കഴിയത്തുള്ളൂ. ആ ഡിറ്റാച്ച്മെൻറ്റിലേക്ക് വരണം. ഡിറ്റാച്ച്ഡ് ആകുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് തമ്മിൽ പറ്റിച്ചേരുവാൻ കഴിയും. അമ്മ പറഞ്ഞ കാര്യങ്ങൾ മുഖാന്തരമായിട്ട് ഭർത്താവിനോട് വിരോധം വെച്ചുകൊണ്ടിരിക്കരുത്. ഭർത്താവ് തെറ്റായ തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിച്ചേരരുത്. മാതാപിതാക്കളെ സ്നേഹിക്കുകയും കരുതുകയും എല്ലാം ചെയ്യണം. പക്ഷേ അവരുടെ വാക്കുകളാൽ നിങ്ങൾ പിടിക്കപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നത ഒരിക്കലും വീട്ടിനകത്ത് അനുവദിക്കരുത്. അതെ, കൂടുതലും ഇമോഷണലി നമ്മളെ ഈ വാക്കുകൾ ചിലപ്പം തളർത്താം, ഇല്ലെങ്കിൽ വാക്കുകൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാം. പക്ഷെ നമ്മൾ ആ മാർക്ക് ചാപ്റ്ററിൽ വായിച്ച പോലെ ഈ വാക്കുകൾ, ഇല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരിക്കലും നമ്മുടെ കുടുംബത്തെ ചിതറിച്ച് കളയുവാൻ ഇടവരുത്തരുത്. ഉദാഹരണത്തിന് ഭാര്യയുടെ പപ്പായും മമ്മിയും പറയുന്നു, നിൻ്റെ ഭർത്താവ് പൈസ ഒരുപാട് ചിലവഴിക്കുകയാണല്ലോ, അവൻ്റെ വീട്ടുകാരെ ഒരുപാട് നോക്കുന്നു, അവർക്കല്ലേ പൈസയെല്ലാം അയച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു നിർദ്ദേശം ഭാര്യയ്ക്ക് പപ്പായിൽ നിന്നും മമ്മിയിൽ നിന്നും ലഭിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം ആ സഹോദരി ആ സാഹചര്യത്തെ നേരിടേണ്ടത്? അങ്ങനൊരു സാഹചര്യം വരുവാണെങ്കിൽ നമുക്ക് ആ
സിറ്റുവേഷനെ ഇല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യത്തെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ആ സഹോദരി ഇല്ലെങ്കിൽ ആ വൈഫ് ഈ മാതാപിതാക്കൾ പറഞ്ഞ കാര്യത്തിൽ എത്രത്തോളം സത്യമുണ്ട്, അത് ശരിയാണോ എന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അതിൽ ഓക്കെ എന്തെങ്കിലും സത്യമുണ്ട്, ശരിയാണ്, ഹസ്ബൻഡ് സൈഡിൽ നിന്ന് മണി വേസ്റ്റ് ആക്കി പോകുന്നു, അന്നേരം അത് വളരെ ഒന്നിച്ചിരുന്ന് കുറ്റപ്പെടുത്താതെ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി, ഇല്ലെങ്കിൽ നമ്മുടെ മണി ഇവിടാണ് വേസ്റ്റായി പോകുന്നത്, നമുക്ക് എങ്ങനെ അത് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന് രണ്ടുപേർക്കൂടെ തീരുമാനം എടുക്കാൻ പറ്റും. അവിടെ ഇപ്പോൾ പ്രഥമമായിട്ട് സഹോദരി ചെയ്യേണ്ടത്, സഹോദരി പ്രാർത്ഥിക്കണം. ഈ അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ മനസ്സിലിട്ട് അനലൈസ് ചെയ്യുന്നത് മാത്രമല്ല, ആത്മാവിൽ നിന്നുള്ള ഊർജം വരണമെങ്കിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ ആ സഹോദരി കുറച്ച് സമയം പ്രാർത്ഥിക്കണം, ചിലപ്പോൾ ചില ദിവസങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ പിന്തുണയോടുകൂടെ ഭർത്താവിനോട് സംസാരിക്കണം. അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. വീട്ടിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാ ജീവിതം സജീവമാകണം. ഒരു ഉഴപ്പൻ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വെച്ച് പിശാച് മുതലെടുക്കും. ഇത് പറഞ്ഞ് വളരെ സത്യമാണ്. നമ്മൾ അങ്ങനത്തെ ഏതെങ്കിലും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു വിഷയം കേൾക്കുന്നു, ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ആഘാതമുണ്ട്, അങ്ങനാണോ എൻ്റെ ഹസ്ബൻഡ് ശരിയായിട്ടല്ലേ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്, പെട്ടെന്ന് ആ സമയത്ത് ആ ചിന്തയല്ല നമ്മളെ ഭരിക്കേണ്ടേ, നമുക്ക് നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ അടുത്ത് പോകാമല്ലോ. ഹൃദയത്തിൽ പോലും കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക. അതെ, വാക്കുകളിൽ മാത്രമല്ല, ഹൃദയത്തിൽ, ചിന്തകളിൽ കുറ്റപ്പെടുത്തുന്നത് ഉൾപ്പെടെ അവസാനിപ്പിക്കുക. പിശാച് അവിടെ നിന്നാണ് ആക്ച്വലി അവന്റെ കാര്യങ്ങൾ തുടങ്ങുന്നത്. ഹൃദയത്തില് ചിന്തകൾ കൊണ്ടിട്ട് ഹസ്ബൻഡിനെ, അന്നേരം നമുക്ക് ഏതൊരു കാര്യം ഹസ്ബൻഡ് ചെയ്താലും അത് ശരിയല്ല എന്ന് തോന്നും. കുറേ നാൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോഴത്തേക്കിന് അത് നമ്മുടെ വാക്കിലൂടെ ഭാര്യമാരത് പ്രകടമാക്കും. സോ ഇതിനെല്ലാം കുറേ നാള് ഇങ്ങനെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അവസാനം ഉണ്ടാകുന്ന ഒരു പൊട്ടിത്തെറിയായിരിക്കും, ഭയങ്കര ഒരു എക്സ്പ്ലോഷൻ ആയിരിക്കും, ഭയങ്കര ഒരു ബഹളമായിരിക്കും സംഭവിക്കുന്നത്. ഒരിക്കലും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. ഇത് ഭർത്താക്കന്മാർക്കും ബാധകമാണ്. നിങ്ങൾ ഭാര്യമാരെ ഹൃദയത്തിൽ, ചിന്തകളിൽ കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ തന്നെ അതിനെ തട്ടിമാറ്റുക. ഭാര്യയ്ക്ക് വിരോധമായിട്ടുള്ള ചിന്തകൾ ഹൃദയത്തിനകത്ത് പൊന്തി വരുമ്പോൾ ആ സമയത്ത് തന്നെ ഹൃദയത്തിൻ്റെ അകത്ത് വരുന്ന ചിന്തകളെ തട്ടിമാറ്റിയതിന് ശേഷം വാഗൊണ്ട് പറയണം, ഞാൻ എൻ്റെ ഭാര്യയെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, ഞാനും അവളും ഒന്നാകുന്നു, ഞാനും എൻ്റെ ഭാര്യയും ഒന്നാകുന്നു എന്ന് വാ തുറന്ന് കൺഫസ് ചെയ്യണം. നമ്മൾ ഈ വിഷയങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മുടെ ഫാമിലിയെ പണിയാനാണ്, നമ്മുടെ കൂടെ കർത്താവ് നിൽക്കുക, നമ്മുടെ ഫാമിലിയെ പണിയാൻ, കർത്താവിൻ്റെ നാമം നമ്മുടെ കുടുംബത്തിലൂടെ മഹത്വപ്പെടാൻ, ഓരോ കൊച്ചു കാര്യങ്ങൾ പോലും നമ്മൾ കർത്താവിനോട് പറയാം. കർത്താവ്, ഇങ്ങനെ എനിക്കൊരു സംഘർഷമുണ്ട്, ഇങ്ങനൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വരുന്നു, ഞാൻ എങ്ങനെ അതിനെ ഡീല് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ നിഷ്കളങ്കര ഹൃദയത്തോട് നമ്മൾ ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണം എന്ന് ആണ് നമ്മുടെ യഥാർത്ഥമായ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനം തരും, എങ്ങനെ ആ കാര്യങ്ങൾ സംസാരിക്കേണ്ടേ, എങ്ങനെ ആ കാര്യങ്ങൾ നമ്മൾ കാണണ്ടേ എന്ന് പോലും നമുക്ക് പരിശുദ്ധാത്മാവ് ജ്ഞാനം നൽകി തരും. ആമേൻ. മറ്റൊരു സംഘർഷം, കുടുംബങ്ങൾ നേരിടുന്നൊരു സംഘർഷം ഈ പേരൻറ്റിംഗ് ആണ്. കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ ഭാര്യയ്ക്കും ജോലിയുണ്ട്, ഭർത്താവിനും ജോലിയുണ്ട്. കുഞ്ഞുങ്ങൾ 2 പേരായി കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ 2 പേരിൽ നിർത്തരുത്, 3, 4 ഒക്കെ കർത്താവ് തരാൻ ആഗ്രഹിക്കുകയാണ്. 2 കുഞ്ഞുങ്ങളായി കഴിഞ്ഞു. 2 കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അറ്റൻഷൻ കൊടുക്കുവാൻ സമയം ലഭിക്കാതെ വരികയാണ്. ഞാനൊരു മീറ്റിങ്ങിലായിരുന്നപ്പോൾ, വിദേശ രാജ്യത്ത് മീറ്റിങ്ങിലായിരുന്ന സന്ദർഭത്തിൽ അവിടെ മീറ്റിംഗ് നടക്കുകയാണ്. എൻ്റെ സുഹൃത്ത് ദേവദാസൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പുറകിലിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എനിക്കും പ്രസംഗിക്കണം. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ആത്മപ്രവൃത്തി അവിടെ നടക്കുന്നു, പരിശുദ്ധാത്മ പ്രവാഹം നടക്കുന്നു. എല്ലാം നടക്കുമ്പോൾ ഒരു 7 or 8 വയസ്സുള്ള ഒരു മോള് ഒരു ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ആ ഫോണിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഏതോ കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ഇവൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. അവൾക്ക് ഇവിടുത്തെ ബഹളമോ, ഈ മൈക്കിനകത്തെ ബഹളമോ, കീബോർഡിൻ്റെ ശബ്ദമോ ഒന്നും അവൾക്ക് തടസ്സമല്ല. അവളിത് ഫുൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളും ഈ മീറ്റിംഗും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവളും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം അവളുടെ ചെവിയിൽ അത് കേൾക്കാനുള്ള സംവിധാനവുമുണ്ട്. കുട്ടികൾ, നല്ല ശതമാനം കുട്ടികൾ ഫോൺ അഡിക്ഷനിലേക്ക് പോകുകയാണ്. പപ്പ തിരിച്ചു വരുന്നു, മമ്മി തിരിച്ചു വരുന്നു, പക്ഷേ അവർക്ക് സമയമില്ല, അവരെ അറ്റൻഷൻ കൊടുക്കുവാൻ സമയമില്ലാത്ത സാഹചര്യത്തിൽ അടുത്ത തലമുറ ഏതു നിലയിൽ എത്തിച്ചേരും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങളുടെ മക്കൾ എങ്ങനെയായിരിക്കുന്നു? 3 വയസ്സുള്ള, 5 വയസ്സുള്ള, 8 വയസ്സുള്ള മകൻ, മകൾ എങ്ങനെയായിരിക്കുന്നു? ഇത് ശ്രദ്ധിക്കണം. അവർക്ക് കൊടുക്കുവാൻ സമയമുണ്ടോ? അവരോടുകൂടെ
നിരന്തരം സമയം ചെലവഴിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പറയാനുള്ളത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ തന്നെയാണ്. നമ്മൾ അവർക്കൊക്കെ നമ്മൾ വിചാരിക്കുക അവർക്ക് കുറച്ച് ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. പക്ഷേ അവരുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൊടുക്കേണ്ടത് നമ്മളെ തന്നെ. മീൻസ് നമ്മുടെ പ്രസൻസ്, അവരോട് സംസാരിക്കുക. അന്നേരം ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ഒരു തിരിച്ചറിവുണ്ടാകുന്ന ഒരു പ്രായം വരെ, 5 വയസ്സ് വരെ പിന്നെ ഫോൺ കൊടുക്കരുത്. അത് നിർബന്ധമായിട്ടും ഫോണിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കരുത്. ബിക്കോസ് നമ്മളിപ്പം ഈവൻ ഈ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ നിന്ന് പോലും പലരും നമുക്ക് പ്രയർ റിക്വസ്റ്റ് അയക്കുന്ന കുഞ്ഞുങ്ങളിൽ ബിഹേവിയർ ഡിസോർഡർ കാണുന്നു. അന്നേരം അതിൻ്റെ മുഖ്യ കാരണമെന്ന് വെച്ചാൽ ഈ കുഞ്ഞിൻ്റെ കയ്യിൽ തന്നെ ഫോൺ കിട്ടുക. അന്നേരം വലിയ ഡെവലപ്ഡ് കൺട്രീസിൽ തന്നെയല്ല, അന്നേരം നമ്മുടെ ആ ഇൻഫ്ലുവൻസ് മനസ്സിലാകാൻ പറ്റും. ആ കുഞ്ഞ് എപ്പോഴും ഇങ്ങനത്തെ കാർട്ടൂണും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അത് മറ്റ് കുഞ്ഞുങ്ങളുടെ കൂട്ടേ അല്ല, നോർമലി അതിന് സംസാരിക്കാൻ പറ്റും. ഈ വീടുകളിലെല്ലാം TV അങ്ങ് ഓണായി കിടക്കുക, എപ്പോഴും ഓണായി കിടക്കുക. അപ്പം ഈ കുട്ടികൾക്ക് കാർട്ടൂൺസ് എപ്പോഴും കാണത്തക്കോണവും ഇതങ്ങ് ഓണായി കിടക്കുകയാണ്. നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയം പരമാവധി വെട്ടിക്കുറച്ച് TV ഓഫ് ചെയ്യുക. കുട്ടികളുടെ കയ്യിൽ ഫോണ് അനാവശ്യമായി കൊടുക്കാതിരിക്കുക. 5 വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ, 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയരുത്. അതിനുശേഷം വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ഈ TV ഓഫ് ചെയ്യുക. വളരെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ മാത്രം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, അവരുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം TV യിൽ കാണിക്കുക. ഹാഫ് ആൻ അവർ കൂടുതലൊന്നും ഒരു ദിവസം കുട്ടിയെ TV കാണിക്കുകയരുത്. അപ്പോൾ TV നല്ലതുപോലെ ഓഫ് ചെയ്ത് ഇടുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ഫോണിലും TV അഡിക്ഷനിലും ഒക്കെ പോകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയുന്നൊരു കാര്യമായിരുന്നു, ഈ അറ്റൻഷൻ, ആ കുട്ടികളുടെ ഐ കോണ്ടാക്ട്സ് ഇല്ലാതെ വരുന്നു. ആ കുട്ടികൾക്ക് ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാതെ വരുന്നു. ഈ TV യിലുള്ള കാര്യങ്ങൾ തന്നെ അല്ലെങ്കിൽ ഫോണിലുള്ള കാര്യങ്ങൾ തന്നെ പെട്ടെന്നാണ് ഇത് മാറുന്നത്. ഇതിൻ്റെ ഒരു സീൻ വന്നു, നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു മിനിറ്റെങ്കിലും ഒരു സീൻ മാത്രമായിട്ട് സ്ക്രീനിൽ കാണുമായിരുന്നു. ഇപ്പോൾ 10 സെക്കൻഡിൽ കൂടുതൽ ഒരു സീനിൽ അടുത്ത് വന്നു ഇങ്ങനെ വെട്ടി പെട്ടെന്ന് പുതിയ സീനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഫാസ്റ്റാണ്. ഇതേ മുഖാന്തരം ഈ കുട്ടിക്ക് ഒരു കാര്യത്തിൽ ദീർഘസമയം അറ്റൻഷൻ കൊടുക്കുവാൻ കഴിയുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ തുടങ്ങിയുള്ള വ്യത്യസ്ത സംഘർഷങ്ങളാണ് ഈ ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഞങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാകുന്നു, ഫാദർ ഫിഗേഴ്സില്ല, അപ്പന്മാർക്ക് കുട്ടികളുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ മാത്രമേ, ഭയങ്കര ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടികൾ നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുകയുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തായിരുന്ന സന്ദർഭത്തിൽ ഒരു പിതാവിനെയും മകനെയും കൂടെ ഒരുമിച്ച് കണ്ടു. പിന്നീട് ആ മകൻ എന്നെ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി കൊണ്ടുപോയ സന്ദർഭത്തിൽ, അവന് ഇന്ന് 23 വയസ്സുള്ള ഒരു മകനാണ്. അവനെന്നോട് പറയുകയാണ്, എനിക്ക് വിദേശ രാജ്യങ്ങളിൽ അമേരിക്കയിലോ UK യിലോ ഒന്നും പോകണ്ട, ഞാൻ എൻ്റെ മാതാപിതാക്കളോടുകൂടെ ആയിരിക്കാനാണ് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. ഞാൻ അവനോട് ഇടപെട്ട സന്ദർഭത്തിൽ അവൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നു, എനിക്ക് അറ്റൻഷൻ തരുന്നു, എന്നിൽ താല്പര്യം കാണിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനൊരു നല്ല പേരൻറ്റിങ് ലഭിച്ചിട്ടുണ്ട്. ആ പേരൻറ്റിങ് ലഭിച്ചതുകൊണ്ട് തന്നെ അവന് ഡാഡിയുടെ കൂടെയും മമ്മിയുടെ കൂടെയും നിൽക്കുവാനാണ് അവൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം. നിങ്ങൾ ഒരു നല്ല ഭാവി, ഒരു നല്ല കുടുംബജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ 1 വയസ്സുള്ള കുഞ്ഞിന് സമയം കൊടുക്കണം, നിരന്തരം കൊടുക്കണം, എല്ലാ ദിവസവും കൊടുക്കണം. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുമായിട്ട് സമയം ചിലവഴിക്കണം. 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്, 10 വയസ്സ്, 11 വയസ്സ്, 12 വയസ്സ്, ഒരു 14 വയസ്സ് വരെയെങ്കിലും നിങ്ങൾ, ഒരു 13-14 വയസ്സ് വരെയെങ്കിലും നിരന്തരമായിട്ട് കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ സമയം കൊടുക്കുകയാണെങ്കിൽ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ്. അങ്ങനെ വരുന്നു എങ്കിൽ നിങ്ങളുടെയും ദീർഘായുസ് കർത്താവ് നിങ്ങൾക്ക് നൽകി തരും. ഈ കുട്ടികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും. കുടുംബം എന്ന് പറയുന്നത് മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരുമായി തീരും. കുടുംബം സ്വർഗമായി തീരും. ദൈവം അത് ആഗ്രഹിക്കുന്നു. കുട്ടികളുമായുള്ള ബന്ധത്തിൽ ആ കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് സമയം കൊടുക്കുക. ആമേൻ. മൂന്നാമത് ഒരു കാര്യം കൂടെ മാത്രം പങ്കുവച്ച് ഞങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്.
മൂന്നാമതായിട്ട് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അവരുടെ ഇരുവരുടെയും ജീവിതത്തിൽ അവർക്ക് ഇന്നത്തെ കാലത്ത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും അവർക്ക് സമയം ലഭിക്കാതെ വരുന്നു. രണ്ടുപേരും ജോലിക്ക് പോവുകയാണ്, രണ്ടുപേരും ജോലിക്ക് പോകുന്നു. കുട്ടികളുടെ കാര്യം കുട്ടികൾക്കും സമയം ലഭിക്കാതെ വരുന്നു, ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് സമയം ലഭിക്കാതെ വരുന്നു. ഈ സാഹചര്യങ്ങളെ നമുക്ക് എങ്ങനെ നേരിടുവാൻ കഴിയും? കുട്ടികൾക്ക് സമയം കൊടുക്കുന്നത് പോലെ തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹസ്ബൻഡിനും വൈഫിനും അവർ തനിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്, ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് അതിന് ചില സാക്രിഫൈസ് വരുത്താൻ അവർ അതിന് മുൻഗണന എടുക്കണം. ബിക്കോസ് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. അന്നേരം അതെങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ വർക്ക് ടൈം കുറച്ചാണോ, ഇല്ലെങ്കിൽ നിങ്ങളത് പ്ലാൻ ചെയ്യണം, എങ്ങനെ നിങ്ങൾക്ക് ഒന്നിച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന് നമ്മൾ അത് കുഴപ്പമില്ല, അത് നടന്നോളും, ഇല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അതിനെ നിസ്സാരമായി എടുക്കല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു മാസത്തിൽ ഇല്ലെങ്കിൽ ഒരാഴ്ചയിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, സംസാരിക്കാൻ ഒക്കെ ഒരു സമയം നമ്മൾ തന്നെ കണ്ടെത്തണം. അതോടുകൂടെ ഇതൊരു നിർദ്ദേശമാണ്. എല്ലാ കുടുംബങ്ങൾക്കും ഇത് പ്രായോഗികമാകത്തില്ല. ചില കുടുംബങ്ങളിൽ ഭർത്താക്കന്മാരുടെ ജോലി വളരെ നല്ലതായിരിക്കും, അവർക്ക് നല്ല സാലറി ഉണ്ടായിരിക്കും. അങ്ങനെ നല്ല സാലറി ഉണ്ടെങ്കിൽ ഭാര്യമാർ ഭവനം പണിയുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതാണെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് അത് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഭാര്യമാർ ഒരിക്കലും ഇല്ല എൻ്റെ കരിയർ പോയാൽ അങ്ങനെ ചിന്തിക്കല്ല. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കർത്താവ് നമ്മുടെ കൈ തന്ന നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തെ നമ്മൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം വചനപ്രകാരം ഒക്കെ നമ്മൾ അതിനെ പണിതെടുക്കുമ്പോൾ വലിയൊരു സംഭാവന തന്നെയാണ് ദൈവരാജ്യത്തിനും സൊസൈറ്റിക്കും എല്ലാം. പണമാണ് ഞങ്ങൾക്ക് കൂടുതൽ ആവശ്യം, ഭർത്താവിന് നല്ല ശമ്പളമുണ്ട്, ശരി തന്നെ, എന്നാലും കുറേ കൂടെ പണം ലഭിച്ചു കഴിഞ്ഞാൽ നല്ലതാണല്ലോ. പണം ഫോക്കസായിട്ട് ഒരിക്കലും നിങ്ങൾ പോകരുത്, ഒരിക്കലും പോകരുത്. നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ ഭവനത്തെ റൺ ചെയ്യുവാനുള്ള ഫൈനാൻസസ് ദൈവം ഓൾറെഡി നൽകി തന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾ സാക്രിഫൈസ് ചെയ്യണം, ജോലി ചെയ്യേണ്ട കാര്യമില്ല. വീടിനെ ബിൽഡ് ചെയ്യുവാൻ വേണ്ടി, കൂടുതൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആ വ്യക്തി തയ്യാറാകുകയാണെങ്കിൽ അതും ആ സമയത്തും ശ്രദ്ധിക്കണം. ആ സമയത്തും ഓൾവേസ് ഇങ്ങനെ ഫോണുമായിട്ടിരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. ഇപ്പം ജോലിക്ക് പോകുന്നില്ല, പക്ഷേ ഫുൾ ടൈം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നാട്ടിലുള്ള എല്ലാവരെയും വിളിക്കുകയാണ്. അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഞാൻ മുൻപൊരു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ടൈം ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. ടൈം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാൾ ജോലിക്ക് പോകാതിരുന്ന് ഭവനത്തെ ബിൽഡ് ചെയ്യുവാൻ വേണ്ടി സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി വീടിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ വ്യക്തി നല്ലതുപോലെ പ്രാർത്ഥിച്ച്, അങ്ങനെ വരുമ്പോഴാണ് ഭർത്താവ് മടങ്ങി വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വൈകുന്നേരം ഒരുമിച്ച് നടക്കാൻ വേണ്ടി, പാർക്കിലേക്ക് നടക്കുവാൻ വേണ്ടി പോകുവാൻ കഴിയും. ഈ ചില വിദേശ രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ ആഴ്ചയിൽ ഒരു 2 ദിവസം ജോലി ചെയ്താൽ മതി, ബാക്കി 5 ദിവസവും ജോലി ചെയ്യാതെ തന്നെ വീട് നോക്കുവാൻ കഴിയുന്ന അങ്ങനെയുള്ള വർക്ക് പ്ലേസിലുള്ള ആ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെ വളരെ വിവേകത്തോടെ, ജ്ഞാനത്തോടുകൂടെ നടപ്പിലാക്കുകയാണെങ്കിലും ഈ സമയം കണ്ടെത്തുവാൻ വേണ്ടി അവർക്ക് കഴിയും. ഒരുമിച്ച് സമയം കണ്ടെത്തണം, ഒന്നിച്ച് നടക്കുവാൻ വേണ്ടി പോകണം. വീട്ടിലായിരിക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് തീരുമാനിക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കും. കുടുംബത്തിൽ ഉയർന്നു വരുന്ന സംഘർഷങ്ങളെ അതിജീവിച്ചുകൊണ്ട് വളരെ വിജയകരമാകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ കർത്താവിനാൽ നിങ്ങൾക്ക് അവസരം ലഭിക്കും. എഫേസ്യ ലേഖനത്തിലാകുന്നുവല്ലോ പൗലോസ് കുടുംബത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. അവിടെ ആ പരാമർശങ്ങൾ നടത്തുന്ന സന്ദർഭത്തിൽ പൗലോസ് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. അത് നിമിത്തം 31-ാമത്തെ വാക്യത്തിൽ എഫേസ്യ ലേഖനം 5:31, അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഇനി കേട്ടോ, ഈ മർമ്മം വലിയത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം ഇവിടെ ആവർത്തിച്ചുകൊണ്ട് അതിൻ്റെ അടുത്ത പ്രോഗ്രഷൻ, റെവലേഷൻ്റെ അടുത്ത പ്രോഗ്രഷൻ ഇവിടെ കാണുവാൻ കഴിയുന്നു. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ യേശുക്രിസ്തുവും സഭയും യോജിപ്പിലായിരിക്കുന്നത് പോലെ, അതിനെ കുറേ കൂടെ വിശദീകരിക്കുകയാണെങ്കിൽ നമ്മുടെ തലയും നമ്മുടെ ശരീരവും യോജിപ്പിലായിരിക്കുന്നത് പോലെ, നൈസർഗികമായി യോജിപ്പിലായിരിക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവും
യോജിപ്പിലേക്ക് വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ തലയും ശരീരവും യോജിപ്പിലായിരിക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള സ്വർഗത്തിൻ്റെ മാതൃകകളാകുന്ന കുടുംബങ്ങളായി നിങ്ങളുടെ കുടുംബങ്ങൾ മാറട്ടെ. അവിടെ നിങ്ങൾ യോജിപ്പിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്, ഒലിവ് തൈകൾ പോലെ നിങ്ങളുടെ ചുറ്റുമുണ്ട്. കുടുംബം സ്വർഗമായി തീരുന്നു. സമൂഹത്തിന് നിങ്ങളൊരു വലിയ അനുഗ്രഹമായി തീരും. സഭയ്ക്ക് നിങ്ങളൊരു വലിയ അനുഗ്രഹമായി തീരും. നിങ്ങളുടെ സംഭാവനകൾ വലുതായിരിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങളായി ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്പസമയം കർത്താവിനെ സ്തുതിക്കുക. ലബസിഫിറ്റിലി അറബകസതര എം ജുരവജീല ബഹത്വസി തൽമാര ഖാസിവിലിയതര ഔഷദ നബിൽഹോ സബിലാർതിനി ലബർജോ സന്നലതോർ വാസികതര അജനാറുവി ജോൽബർദോ സഗതുൽ മനുസഗർതനലിയ അഗിഷ്കോര മിസറ്റോറി ലബറുതോ വിസനലിയാതര. ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ലഹുആസികൽ ബറൂസന തരേഷുകല റാസിന തരേരാ ദികൽകര. ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ചില പരാതികൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. അൺകണ്ടീഷണൽ ആയിട്ട് തമ്മിൽ സ്നേഹിക്കുവാൻ കൃപ ഇപ്പോൾ ലഭിക്കട്ടെ. ഭർത്താവിനെ ശത്രുവിനെ പോലെ കാണുന്ന സമീപനം യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഭാര്യയെ ശത്രുവിനെ പോലെ കാണുന്ന സമീപനം യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇപ്പോൾ ആ കുടുംബത്തിനകത്ത് തകർച്ച സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ദുരാത്മ ശക്തികൾ തകരട്ടെ, തകരട്ടെ. ക്രിസ്തുവും സഭയും യോജിച്ചിരിക്കുന്നത് പോലെ, തലയും ശരീരവും യോജിച്ചിരിക്കുന്നത് പോലെയുള്ളൊരു യോജിപ്പിലേക്ക് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ കടന്നു വരട്ടെ. ആ നിലവാരത്തിലേക്ക് ഈ കുടുംബമായി തീരട്ടെ. പഴയ കാര്യങ്ങൾ മറക്കട്ടെ, പഴയ കാര്യങ്ങൾ മറക്കട്ടെ. കർത്താവേ ഹല്ലേലൂയ. ഇപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കണം. ആ പഴയ ഓർമ്മകൾ, ആ പഴയ സംഭവങ്ങൾ, അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇപ്പോഴും ചിന്തിക്കുന്ന ചിന്തകൾ മാറിപ്പോയി. യെസ് ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇന്നലകളുടെ ആ ഭാണ്ഡക്കെട്ടുകളെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ക്രൂശിന്റെ ചുവട്ടിൽ ഇട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുവാൻ ഈ പ്രിയപ്പെട്ടവർക്ക് റെവലേഷൻ കൊടുക്കണമേ. ഈ പ്രിയപ്പെട്ടവർക്ക് വെളിപ്പാട് കൊടുക്കണമേ. ഇപ്പോൾ ഒരു തീറങ്ങി, അഭിഷേകത്തിന്റെ തീറങ്ങി ഈ കുടുംബങ്ങൾ ഇപ്പോൾ സ്വർഗതലങ്ങളിലേക്ക്, സ്വർഗപ്രതലങ്ങളിലേക്ക് ഉയർന്ന് വരട്ടെ, കയറി വരട്ടെ. ആ തീറങ്ങുമ്പോൾ അവരെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന സകല ശക്തികളും ആമേൻ യേശുവിൻ നാമത്തിൽ തകർന്നു പോകട്ടെ. എല്ലാ ബന്ധനങ്ങളും കത്തിപ്പോകട്ടെ. ഈ കുടുംബങ്ങൾ സ്വർഗപ്രതലങ്ങളിലേക്ക് കയറി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ അനുഗ്രഹിക്കുന്നു. മക്കളില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവേ അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ വിശാലതയിലേക്ക് പ്രിയപ്പെട്ടവരെ നയിക്കണം. ദൈവരാജ്യത്തിനൊരു അനുഗ്രഹമായി തീരണം. ആമേൻ. ദൈവസഭകൾക്കൊരു അനുഗ്രഹമായി തീരണം. അവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം. സ്വസ്ഥതയും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. രോഗികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗബന്ധനങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീയിൽ കത്തിപ്പോകട്ടെ. സകല മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഈ എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ.
ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.